നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും കാണും നമ്മുടെ എല്ലാമേ മാറിയിട്ട് ഒടുവിൽ നമ്മുടെ ആരും അല്ലാതെ മാറുന്ന കുറച്ച് പേര്. അങ്ങനെ 2 പേരുടെ സ്റ്റോറിയാണിത്. എടി ഞാൻ പറഞ്ഞൊന്ന് കേക്കടി. നീ ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. അത്രയും കഷ്ടപ്പെട്ടേ ആരും എന്നോട് നിൽക്കണ കാര്യമൊന്നുമില്ല. നീ അവളോട് തന്നെ പൊക്കോ. എനിക്ക് അവളായിട്ട് അങ്ങനെ യാതൊരു ബന്ധവും അതിന്. ഒന്നുമില്ലേ? പിന്നെ എന്തിനാണ് അവളെ തന്നെ കടുപ്പിച്ച് ഉമ്മ വെച്ചത്? ആരും ഉമ്മ വെച്ച്? ഞാൻ ഉമ്മ ഒന്നും വെച്ചില്ല. നീ വെറുതെ ചുമ്മാ ഓരോന്ന് ഉണ്ടാക്കി പറയല്ലേ. നീ ഒന്നും എന്നെ മനസ്സിലാക്ക്. ഇങ്ങനെയാണ് അടികൂടുന്നാണ്ട് നിങ്ങൾ വിചാരിക്കും ഒരു ലവേഴ്സാണ്. എന്നാൽ ലവേഴ്സും അല്ല, രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബെസ്റ്റീസാണെന്ന്. എന്നാൽ ബെസ്റ്റീസും അല്ല. ഇവർ തമ്മിൽ എന്താണെന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്നെ പറ. ഞാൻ എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ ഗസ്ട്രോളൊക്കെ അടിച്ച് പൊക്കോളാം. അപ്പോൾ ശരി, നടക്കട്ടെ. കഴിഞ്ഞോ? കഴിഞ്ഞോന്ന്? ആ കഴിഞ്ഞു. എന്തേ? അവരാണെങ്കിൽ നീ ഇറങ്ങി താഴേക്ക് വാ, ഞാൻ ഗേറ്റിനോടൊപ്പം എത്തും. നിനക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാം. ആ വരാം. എന്നാ വേഗം റെഡിയാവ്, താമസം എന്താ? ഒന്ന് വെയിറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരാം. വേഗട്ടെ. എന്താടി പ്രശ്നം? എല്ലാം പറഞ്ഞു തീർത്തല്ലേ? നിനക്ക് നാണല്ലേ അളക്കട്ടി പിടിച്ച് ഉമ്മ നോക്കാൻ? നിനക്കെന്തടി വയ്യേ? ഇനി മേല ഞാൻ മുമ്പിൽ കണ്ണുപോയി. വെറുതെ രാവിലെ ആകുമ്പോൾ രണ്ടും കൂടെ പോണതാണ്. അപ്പോഴേ പറഞ്ഞല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. എടി എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം പറയണമെന്ന്. എന്താ? അത് കേട്ട് കഴിഞ്ഞിട്ട് ബഹളമൊന്നും ഉണ്ടാക്കില്ല. നീ കുറച്ച് മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്യണം. കാര്യം പറ. അവളില്ലേ, എവള്? കഴിഞ്ഞ ദിവസം നിന്റെ അടുത്ത് അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മ വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ കൊച്ച്. ഓ, ഷൂട്ടിൻ്റെ ഇടയിൽ അവക്കെന്താ? അല്ല, ഇന്നലെ അവളെ എന്നെ അറിയാതെ വിളിച്ചായിരുന്നു. എന്നോട് ചോദിച്ചു ഫ്രീ ആണോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അവളെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ അല്ല, ഓഫീസിലാന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഫ്രീ ആവാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് ഈവനിങ് ഫ്രീ ആണ്, ചിലപ്പോൾ അവളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ഇത്ര നടന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ നീ ഒന്നും പറയണ്ട. എടി ഹലോ. ഹായ്. വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, നിങ്ങൾ ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ വരാറുള്ള. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, ഇതിനാ ശരി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് കുറച്ച് പേഴ്സണലായിരുന്നു. പറഞ്ഞു. പറഞ്ഞു. അത് പിന്നെ എൻ്റെ വീട്ടിലിപ്പോൾ മാരേജ് പ്രപ്പോസൽസിൻ്റെ സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരോടൊരു ഫൈനൽ ഡിസിഷൻ പറയുന്നതിന് മുൻപ് എനിക്ക് ഇയാളുടെ തോന്നിയൊരു ഫീലിങ്സിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, മീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല.
സോ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ മൈൻഡ് ഫുള്ള് ഇയാളാണ്. എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ്. ഇത് പ്രേമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. കാരണം എനിക്കത് എക്സ്പീരിയൻസും ഇല്ലല്ലോ, യു നോ ദാറ്റ്. പക്ഷേ ആക്ച്വലി ഞാനിപ്പോൾ എന്നെ പ്രേമിക്കണം പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. എൻ്റെ സൈഡിൽ നിന്ന് ഒരു മാരേജ് പ്രപ്പോസലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ മൈൻഡിൽ എന്താ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇയാൾക്കിപ്പോൾ എന്നോട് തോന്നിയ ഫീലിങ്സും അത് പറയാൻ കാണിച്ച മനസ്സും അതൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ വൈഫൊക്കെ ആയിട്ട് എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. സോ എനിക്കിപ്പം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മനസ്സിലാരെങ്കിലുണ്ടോ? ലവറായിട്ടോ വൈഫായിട്ടോ? സ്നേഹനോട് സ്നേഹമാണോ? ഏയ് സ്നേഹമൊന്നുമില്ല. ഒരു മിനിറ്റ് കൂടെ എടോ, അവളാടോ എൻ്റെ മനസ്സിൽ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ വൈഫ്, എൻ്റെ ലവർ എല്ലാമായിട്ട് എനിക്ക് അവളെ തോന്നിയ ഫസ്റ്റ് മൊമെൻ്റ് അത്. താങ്ക് യു വർഷ. ഐ എം സോറി. ഓ ഒരു ലൈഫേ ഉള്ളൂ. ഓ ഒരു മെഡിക്കൽ കിറ്റാടാ, ഒരു കിറ്റാടാ. ഇതിനിടയ്ക്ക് ധാരാ. ഹലോ ഹലോ. ആ പറ മോനെ. ആ ഹലോ ആൻറ്റി, അവളോടെ ഉണ്ടോ? അവള് മോൻ്റെ കൂടെ അല്ലേ? അയ്യോ എൻ്റെ കൊച്ച്. അല്ല, അവള് ലൈബ്രറി പോകുന്നു പറഞ്ഞത്. ഞാൻ അവളെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. ആ ശരി. ഇവിടെ വന്നിരുന്നിട്ടാണ് നീ കൊച്ചി മൊത്തം എന്നെ കിടന്ന് ഓട്ടിച്ചേ. എന്തേലും നീ എന്തെങ്കിലും നോക്കുന്നേ? ഓ അവളെ വല്ല പ്രപ്പോസും ചെയ്ത് കാണും അല്ലേ? ആ ചെയ്തു. ഇതിന് സാറെന്ത് പറഞ്ഞു? ഓ സാറ് പിന്നെ വീടാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അതെ, എനിക്ക് നിന്റെ അടുത്ത് അർജന്റായിട്ട് ഒരു കാര്യം പറയാം. നിന്റെ EMI കാര്യല്ലേ? തരാടെ ഓ. അതൊന്നും അല്ല എടി, വർഷം തന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴാ എനിക്ക് എന്നെ എൻ്റെ മൈൻഡൊക്കെ മനസ്സിലായ. എടി എന്നിൽ മൊത്തം നീയാടി. എടി മോളെ, നമുക്ക് കല്യാണം കഴിക്കാം. നമ്മൾ സെറ്റാണ്. നീ കാര്യം ചെയ്യ്. നീ വീട്ടിൽ പോയി പറയും. എനിക്കിപ്പോഴാണ് മനസ്സിലായിരിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാകുന്നു. നീ ഒന്നും മിണ്ടാത്തേ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അതിന്നും ഇനി അങ്ങോട്ടും. ഇപ്പം ഈ പറഞ്ഞതൊക്കെ മറന്നിട്ട് നാളെ രാവിലെ വാ എന്നെ പിക്ക് ചെയ്യാൻ. പഴയ പോലെ. Cannot be reached. Please try again later. The subscriber cannot be reached.
എവിടെയായിരുന്നു എത്ര നേരം? നിന്റെ ഫോൺ എടുത്ത് നോക്ക്. എത്ര മണി വിളിച്ചിട്ടുണ്ടോ നോക്ക്. ഫോൺ എടുത്ത് നോക്ക്. എന്താ പ്രശ്നം? ഇതിന്റെ പ്രശ്നം എന്താ? എന്താ നിന്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം നീയാ. എൻ്റെ പ്രശ്നം നീയാന്ന്. എനിക്കിതിന് ഇഷ്ടമാണ്. എനിക്കിതിനെ കല്യാണം കഴിക്കണം. നിർത്തിക്കോ. ഞാൻ നിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്. അങ്ങനെ ഫ്രണ്ടായിട്ട് മാത്രം എനിക്ക് നിന്നെ വേണ്ട. എന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആളാ നീ. എന്നിട്ട് നിനക്ക് എന്റെ ഫീലിങ്സ് മനസ്സിലാവില്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. ഞാനും കൂടെ പോയാലുണ്ടല്ലോ. നീ പൊക്കും. പോവാ. പോ. എന്തായാലും ഇവർ ഈ പറഞ്ഞ തമാശയ്ക്കാണോ സീരിയസ് ആയിട്ടാണോ എനിക്കും അറിയില്ല. നിങ്ങളെപ്പോലെ നമുക്ക് സീസൺ 2 കാണാം. ഫിറ്റിംഗ് ആണ്.